സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസബെല്ലയും ദേവികയും നന്ദനെ പൂർണ്ണമായും കൈവിട്ടതോടെ അവൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. നന്ദൻ ഋഷിയെ കൊലപ്പെടുത്തിയ വിവരം ദേവികയും സിദ്ധാർത്ഥനും അറിഞ്ഞു കഴിഞ്ഞു. സത്യങ്ങൾ പുറത്തായതോടെ ഇസബെല്ലയെയും കെവിനെയും കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രഭാവതി ശ്രമിക്കുന്നു. നന്ദനെ നിയമ നടപടിയിൽ നിന്ന് രക്ഷിക്കാൻ കെവിൻ സാക്ഷിയായി നിൽക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കെവിൻ ഇതിൽ അതീവ ഭയത്തിലാണ്. ഋഷി താൻ മരിച്ചിട്ടില്ലെന്ന് അരുന്ധതിയോട് വെളിപ്പെടുത്തുന്നു. തന്നെയും മീരയെയും ചതിച്ചവർക്ക് മാപ്പ് നൽകില്ലെന്നും പക വീട്ടുമെന്നും ഋഷി ഉറപ്പിച്ചു പറയുന്നു. സിദ്ധാർത്ഥൻ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവിക നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടെ ഋഷിയുടെ തിരോധനം സംബന്ധിച്ച സത്യങ്ങൾ പുറത്തുവരുമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കുമെന്നും ദേവിക കരുതുന്നു. ചുരുക്കത്തിൽ നിയമവഴികളിലൂടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ദേവിക ശ്രമിക്കുമ്പോൾ നന്ദനും കൂട്ടരും അതിനെ മറികടക്കാൻ നടത്തുന്ന തന്ത്രങ്ങളും പ്രതികാരവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ.